ഇന്ന് തൊട്ട് നമ്മളൊരു 100 ദിവസത്തെ കൊണ്ട് നമ്മുടെ ബോഡി ട്രാൻസ്ഫർ വേണ്ടി പോവാണ്. ഇന്ന് ഡേ 1 ആണ്. ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ആക്കുക, ബോഡിക്ക് വേണ്ടത്ര പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുക, ഈ സൈഡിലത്തെ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുക. 6 പാക്ക് വന്നില്ലെങ്കിൽ പോലും ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റൊമക്ക് കൊണ്ടുവരിക. അതാണ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇത് ഫുൾ ഡേ ആണ്. ബാക്ക് ആൻഡ് ബൈസെപ്സ്. ഓൾറെഡി ഞാൻ കുറച്ച് പുള്ളപ്പ് എടുത്തായിരുന്നു, അതാണ് ഞാൻ അടയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ആണ്. ആക്ച്വലി ഞാൻ ഒരു ബിഗിനർ ടൈപ്പിലുള്ള ഒരാളാണ്. കുറേ അധികം നാളായിട്ട് വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബോഡി ടൈപ്പിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ബിഗിനറാണ്. ഒബിയസ്ലി ഞാൻ സ്കിന്നിൽ നിന്ന് അത്യാവശ്യം വണ്ണം വെച്ചു, പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ബിഗിനറാണ്. അപ്പോൾ ബിഗിനർ ടു ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്തുക 100 ദിവസം കൊണ്ട്. അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചെയ്ത വർക്കൗട്ട്സിൽ പല മിസ്റ്റേക്കുകൾ കാണും, അതായത് ചെയ്ത പല പല കാര്യങ്ങളും മിസ്റ്റേക്സുകൾ കാണും ഈ ഒരു സീരീസിൽ. അപ്പം നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ഡ്യൂട്ടി, അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനെന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞ് എന്നെ തിരുത്തുക, എൻ്റെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങുന്നതിൻ്റെ മെയിൻ കാരണം എന്നെക്കൊണ്ട് ശകലെങ്കിലും ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടും പറ്റും, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ 4 സെറ്റുണ്ട്. ആക്ച്വലി 3rd സെറ്റാണ്. കാരണം ഞാൻ ചെയ്ത 4 സെറ്റിന് വീഡിയോ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് വല്ലാതെ കൂടും. ഞാൻ പിന്നെ സാംസങ്ങിലേക്കൊന്നും അല്ലല്ലോ. ഓക്കെ, ശ്രമിച്ചില്ല 45 ലെവൽ 6 ഷോകം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സീറ്റ് ഡ്രോ. അതും അണ്ടർ ഹാൻഡ് ഗ്രിപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതുകൂടെ കഴിഞ്ഞ ബാക്ക് വർക്കൗട്ട് കഴിഞ്ഞു. ബാക്കിൽ മൊത്തം 3 വർക്കൗട്ടാണ്. ഒന്ന് പുള്ളപ്പ്, പിന്നെ ഫ്ലാറ്റ് പുൾ ഡൗൺ ക്ലോസ് ഗ്രിപ്പ്, പിന്നെ ഈ അണ്ടർ ഹാൻഡ് സീറ്റ് ഉള്ളത്. പുള്ളപ്പ് 3 പുള്ളപ്പാണ് ഞാൻ എടുത്തത്. 3 പുള്ളപ്പ്. 100 കിലോ ബോഡി വെയിറ്റ് ഉണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ 3 പുള്ളപ്പാണ് എടുത്തത്. ഈ ഒരു 100ാമത്തെ ദിവസം ആകുമ്പോൾ ഉണ്ടല്ലോ, മിനിമം ഞാൻ ഒരു 10 പുള്ളപ്പ് എടുക്കും ഒറ്റ സ്ട്രെച്ചിന്. അത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട കാര്യമാണ്. സോ ഞാൻ ഒരു ബിഗിനർ ആയതുകൊണ്ട് കുഴപ്പമില്ല, 3 പുള്ളപ്പ് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വർക്കൗട്ട്, 3ാമത്തെ വർക്കൗട്ട് അണ്ടർ ഹാൻഡ് സിറ്റ് റോ. പിന്നെ 4ാമത്തെ വർക്ക് സെറ്റാണ്. ആദ്യത്തെ വർക്ക് സെറ്റ് 2 കാണും, പിന്നെ സ്ട്രൈറ്റിൽ 4ാമത്തെ വർക്ക് സെറ്റ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരു വീഡിയോ ഒരു വർക്കൗട്ട് എല്ലാവരും കാണിക്കാൻ ഒരുപാട് സമയം. പിന്നെ 45 കിലോമീറ്ററാണ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് മാക്സിമം 8 റെപ്സ് അത്രേ ഉള്ളൂ. അതാണ് മാക്സിമം. ആദ്യത്തെ സെറ്റാകത്തി ഒരു 10 പോയായിരുന്നു, പിന്നെ 9, 8 9 ആ റേഞ്ചാണ് നിൽക്കുന്നത്. വലിയുടെയും കുടിയുടെയും ഒക്കെയാണ്. സോ ലാസ്റ്റ് സെറ്റ് ചെയ്യാം.
വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി. ആദ്യമേ പുള്ളപ്പ് ചെയ്തിട്ട് വന്നതുണ്ടല്ലോ, ബാക്കിലൊക്കെ നല്ല പിടുത്തമുണ്ട്. ആ ഒരു മൈറ്റ് മസിൽ കണക്ഷൻ കിട്ടുന്നതാണെന്ന് തോന്നുന്നു. സാധനം കൊള്ളാം. സ്ട്രെങ്ത്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതിലേക്കാളും നല്ലോണം പിള്ളേർ ചെയ്യും. കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കും. നമ്മളിപ്പോൾ ഒരു റിഡക്ഷൻ ആർക്കിലാണ്. എല്ലാവരെ കൊണ്ട് പറ്റും. വിചാരിച്ചിറങ്ങി എല്ലാവരെ കൊണ്ട് പറ്റും. പറ്റാതിരിക്കുന്നില്ല, നമ്മൾ ചെയ്യുവാണേ അത്രേ ഉള്ളൂ. അടുത്ത വർക്കൗട്ട് പറയാൻ സൂപ്പർ സെറ്റാണ്. ആ മിഷനെ ബൈസെപ്സുകളും ഹാമർ സൂപ്പർ സെറ്റ്. ഈ കേബിളിൽ നമ്മൾ കേളിയും പിന്നെ ഓടിപ്പോയിട്ട് ഹാമർ കേളിയും. ഇതങ്ങ് താഴത്തെങ്ങാണ്ട് ഒട്ടേക്കുവാണ്. 5, 10, 15, 20, 25, 30, 35 മതി. എവിടെ 10 എവിടെ? യെസ്. ഓക്കെ, ഡു ഇറ്റ്. 1. വെളിയിലാണെ കട്ടവാഴ. സൂപ്പർ സെറ്റ്, അതായത് കേബിൾ കേളും ഹാമർ കേളുള്ള സൂപ്പർ സെറ്റ് കഴിഞ്ഞു. 4 സെറ്റ്. എന്റെ കൈ പറഞ്ഞത് കണ്ട ആ പടത്തൊക്കെ സാധനം ചുമ്മാ പൊങ്ങി വന്നേക്കാം. അത് ബസ്സൊന്നും അല്ല. സെറ്റാക്കും നമ്മൾ. ബസ് കിട്ടിയും. ഇനി അടുത്തത് പറഞ്ഞു വീശ് കിളർ കഴിയ പരിപാടിയായി. പിന്നെ 4 ആംസിന് 2-3 മൂവ്മെന്റ്. അതിനിടയ്ക്ക് മുടിഞ്ഞ മഴയാണ് കളി. അപ്പൊ എനിക്ക് ലാസ്റ്റ് വർക്കൗട്ടാണ്. ലാസ്റ്റ് വർക്കൗട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ലാസ്റ്റ് വർക്കൗട്ടാണ്. കുറച്ച് നമുക്ക് 4 ആംസിലുള്ള ഒരു 2 മൂവ്മെന്റോടെ ചെയ്യണം. അവിടെ കഴിഞ്ഞ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഈ ഒരു സാധനം ചെയ്യുമ്പോൾ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആയ സാധനം. ഈ സാധനം ചെയ്യുമ്പോൾ നമ്മൾ ഇതില്ലേ ഈ ഒരു പോർഷൻ ഈ ബെഞ്ചിന്റെ ഹൈറ്റ്, ഇത് നമ്മുടെ ഈ ഒരു ലോവറേഷന്റെ ഈ ഒരു പോർഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ 4 ആംസ് ബൈസെപ്സിൽ കിട്ടും. സോ അഡ്ജസ്റ്റ് ചെയ്യുക. യെസ്, കറക്റ്റായി. പക്ഷേ വെയിറ്റ് എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. നമ്മൾക്ക് എഡിറ്റ് ചെയ്തെടുക്കണം. ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോ വെയിറ്റ് ഒരു 25 കിലോ കൊടുക്കണം. ഇങ്ങനെ എടുക്കേണ്ട വരും. ഓക്കെ. യെസ്. ഇത് എത്ര പോയെന്ന് തോന്നുന്നു. സൂപ്പർ സെറ്റ് ചെയ്തോണ്ടാന്ന് തോന്നുന്നു. യൂഷ്വലി പോകുന്ന വെയിറ്റും പോകുന്നില്ല, ലബറും പോകുന്നില്ല. ാണ് തുറക്കഴിഞ്ഞ. Shit.
നൂറാം ശരി വർക്കൗട്ട് ചെയ്തോളൂ കഴിഞ്ഞ് വർക്കൗട്ട്സ് കഴിഞ്ഞു.